ആപ്പിൾ. ആപ്പിളിൻ്റെ ഇംഗ്ലീഷ് ഫിംഗർ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് കാണിക്കുക. ഇനി മലയാളത്തിലാണെങ്കിൽ അത് ഇങ്ങനെയാണ്. ഇതാണ് മാംഗോയുടെ സൈൻ. ഇംഗ്ലീഷ് ഫിംഗർ സ്പെല്ലിംഗ് ആണിത്. ഇനി മലയാളത്തിൽ അതിങ്ങനെയാണ്. ഹലോ, ഇതാണ് എൻ്റെ സൈൻ നെയിം. എൻ്റെ പേര് രാഗി. ഞാൻ ISL കണക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിൽ ഡെഫായിട്ടുള്ള കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹലോ, എൻ്റെ സൈൻ നെയിമാണിത്. എൻ്റെ പേര് അരുൺ ഗോപാൽ. ഞാൻ നിഷിലാണ് ജോലി ചെയ്യുന്നത്. നിഷിൽ ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിൽ ഡെഫായിട്ടുള്ള കുട്ടികളെ ISL പഠിപ്പിക്കുന്നതാണ് എൻ്റെ ജോലി. പണ്ട് മലയാളം ഈ ഫിംഗർ സ്പെല്ലിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ മാത്രമാണ് ഫിംഗർ സ്പെല്ലിങ്സ് ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാം ഉണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. 2014 ആ വർക്ക്ഷോപ്പ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് അരുൺ ഗോപാലും ഞങ്ങൾ 2 പേരും ആ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അന്ന് കേരളത്തിലുള്ള എല്ലാ ടീച്ചേഴ്സും ഡെഫ് സ്കൂളിലെ ടീച്ചേഴ്സും ആ ഒരു ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിനകത്ത് ഡെഫായിട്ടുള്ള കുട്ടികളെ സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്തായിരുന്നു അതിൻ്റെ ടോപ്പിക്. സോ ആ ഒരു സമയത്തായിരുന്നു ഇംഗ്ലീഷ് ഫിംഗർ സ്പെല്ലിങ്സ് എല്ലാം ഉണ്ട്, പക്ഷെ മലയാളത്തിൽ മാത്രമില്ല. അപ്പം അങ്ങനെ, അതായത് മലയാളം നമുക്കൊരു സബ്ജക്റ്റായിട്ടുണ്ട് അല്ലേ, അതേപോലെ സയൻസ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് പല സബ്ജക്ട്സ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഫിംഗർ സ്പെല്ലിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ മലയാളമില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാനും അരുണും വീട്ടിൽ ചെന്നതിന് ശേഷം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അന്ന് വർക്ക്ഷോപ്പിൽ ഇങ്ങനെ നടന്നില്ലേ, ഇപ്പം ഇനി നമുക്ക് മലയാള ഫിംഗർ സ്പെല്ലിങ്സ് ഒന്ന് ചെയ്താലോ, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. അത് ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. ഒരുപാട് നാളെടുത്തു അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാൻ. നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഡെഫായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, അതായത് അവർക്ക് ഈ വാക്കുകൾ, മലയാളം വാക്കുകൾ പഠിപ്പിക്കാൻ വേണ്ടി ഈ അക്ഷരങ്ങൾ ഉപയോഗിക്കാം, സയൻസ് ഉപയോഗിക്കുക. അത് ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല, നല്ല ഹാർഡായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു സയൻസ് കാണിക്കാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. പിന്നെ ഈ വാക്കുകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ വാക്കുണ്ട്, ആ വാക്കിലേക്ക് എത്തുമ്പോൾ വാക്കുകൾ എങ്ങനെ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് യോജിപ്പിക്കാം, അങ്ങനെ ഓരോന്നും നോക്കി നോക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഇപ്പോൾ പറയുകയാണെങ്കിൽ പൂച്ച എന്നുള്ളൊരു വാക്കുണ്ട്. അപ്പോൾ അത് മലയാളത്തിൽ അതിങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ, അപ്പോൾ ആ ഒരു പൂച്ച എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെ കാണിക്കും, അങ്ങനെ ഓരോ വാക്കുകളും ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അവസാനം 2019 ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കേരളത്തിലെ ഡെഫായിട്ടുള്ള എക്സ്പേർട്സ്, അതേപോലെ തന്നെ മലയാളം എക്സ്പേർട്സ് എല്ലാവരെയും ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വർക്ക്ഷോപ്പിലൂടെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. ഇപ്പം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ടാണ് സൂമിൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരുമായിട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ അക്ഷരങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് ഇതെല്ലാം ഓക്കെ ആയിരുന്നു, ബിക്കോസ് ഞങ്ങൾ ഒന്നിച്ച് മേക്ക് ചെയ്തതായതുകൊണ്ട്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരെയും കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി, അവർക്ക് മനസ്സിലായി. പക്ഷേ പതുക്കെ ഞങ്ങൾ അതെല്ലാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ മനസ്സിലാക്കി അതെല്ലാം ഓക്കെ ആക്കി ഈ ഫിംഗർ സ്പെല്ലിംഗ് ഞങ്ങൾ ശരിയാക്കി. ഇനിയും ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് വേണം എന്ന് തന്നെയാണ്. നമുക്ക് കിട്ടിയിരുന്ന ആ ബഡ്ജറ്റ് SCRTയുടെ അത് തിരിച്ചു റിട്ടേൺ ചെയ്യേണ്ടി വന്നു. ഈ വേൾഡ് ഡെഫ് വീക്ക് സെലിബ്രേഷൻ സമയത്ത് തന്നെ ഇത് പ്രദർശിപ്പിക്കാൻ പറ്റിയതിൽ പെട്ടെന്ന് തന്നെ പ്രദർശിപ്പിക്കണം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്ത് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ എല്ലാ അക്ഷരങ്ങൾക്കും സൈൻ ഉണ്ടാക്കിയതിൽ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഡെഫായിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവർക്ക് ഈ വാക്കുകളൊക്കെ പെട്ടെന്ന് സൈൻ ലാംഗ്വേജിലൂടെ പഠിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. കേരളത്തിന്റെ ചരിത്ര
ചരിത്രത്തിൽ ശ്രവണ പരിമിതരായിട്ടുള്ള സുഹൃത്തുക്കളുടെ ജീവിത ചരിത്രത്തിലൊക്കെ തന്നെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ സഹായകരമായ ഈ കണ്ടുപിടുത്തം നിർവഹിച്ചതിന് മുന്നിൽ നിന്ന് സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ലിപി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിക്കുന്നു.